നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീറാം പ്രസാദ്. ഞാൻ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപസ്മാരമുള്ള സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ, കുട്ടികൾ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപസ്മാരമുള്ള സ്ത്രീകൾക്ക് മറ്റേതൊരു സ്ത്രീയെ പോലെ തന്നെ വിവാഹം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനും ഗർഭം ധരിക്കാനും ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കാനും അവരെ നിലയുറ്റി വളർത്താനും സാധിക്കും. അപസ്മാരമുള്ള രോഗികൾ അതുകൊണ്ട് തന്നെ ഈ രോഗം ഒരു കാരണവശാലും അവരുടെ പങ്കാളിയിൽ നിന്ന് മറച്ചു വെക്കരുത്. നിങ്ങൾ ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭസ്ഥയാണ് എന്ന് അറിഞ്ഞ ഉടനെയോ നിങ്ങളുടെ ന്യൂറോളജിസ്റ്റുമായി ബന്ധപ്പെടുക. കാരണം നിങ്ങളുടെ അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് തന്നെ മാറ്റുകയോ വേണ്ടി വന്നേക്കാം. എന്നാൽ അപസ്മാരമുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും മരുന്ന് മുടക്കാൻ പാടുള്ളതല്ല. കാരണം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അപസ്മാരമാണ് അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കാളും കൂടുതലായി ഗർഭശിശുവിന് ദോഷം ഉണ്ടാക്കുന്നതെന്ന് പ്രത്യേകം അറിയണം. അതുകൊണ്ട് ഒരു കാരണവശാലും മരുന്ന് മുടക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് വരെ അതേ ഡോസിൽ നിങ്ങൾ എന്ത് മരുന്നാണ് കഴിക്കുന്നത് അത് തുടരുക തന്നെ വേണം.